ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കിയാലോ. ഒരു ചട്ടിയിലോട്ട് ചെറുതായി അരിഞ്ഞ പൈനാപ്പിൾ, പച്ചമുളക് ചേർത്ത് ലേശം വെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ തിരുമിയതും ജീരകവും വെള്ളവും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. നന്നായി തിളച്ച പൈനാപ്പിളിലോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നല്ല വെള്ളം വറ്റുന്നത് വരെ നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ വെന്ത് വെള്ളം മുഴുവൻ വറ്റിയ പൈനാപ്പിളിലേക്ക് കട്ടയുടച്ച തൈര് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് കടുവറുത്ത് ഒഴിക്കാവുന്നതാണ്. അതിനായി അടുപ്പ് കത്തിച്ച് അതിലേക്ക് പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം വറ്റൽമുളക് കീറിയിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്.